ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നനച്ചുകൂടി കൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ ഞാൻ വീഡിയോ ഇട്ടുണ്ട്, അതിൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. ഇന്നപ്പോൾ സിമ്പിൾ കറി വല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കറി വെക്കാമെന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ നല്ല നാടൻ ചൊരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ചൊരക്ക എന്നൊക്കെ പറയും തോന്നുന്നുണ്ട്, ഞങ്ങൾ ചൊരങ്ങ എന്നാണ് പറയുക. അപ്പോൾ അതിനെടുത്തിട്ട് സിമ്പിളായിട്ട് ഞങ്ങളൊരു പാലക്കാടുള്ള ഒരു സിമ്പിളായിട്ടൊരു ഉപ്പുവെള്ളം വെക്കും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ അതിതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഇതാണ് കേട്ടോ, ചൊരങ്ങയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതിന് ചെറിയൊരു കറ കാണും, നമ്മളൊരു മഞ്ഞ കളറിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി കഴുകിയിട്ട് പിന്നെ ഇതാ നടുവിലത്തെ ആ നടുവത്തെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അധികം മൂപ്പായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അധികം ഇതൊന്നും കുരുവൊന്നും അധികം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കറി പോലെ ഉപ്പുവെള്ളമാണ് വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട ചേരുവകൾ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നടുവൊന്ന് കീറി കൊടുക്കാം കേട്ടോ. നല്ലതായിട്ട് നമ്മൾ നെയ്സായിട്ട് അരിയൊന്നും വേണ്ട, നടുവ് ഒന്ന് പൊളിച്ചെടുത്താൽ മതി. പിന്നെ പച്ചമുളക് ഒന്ന് നടുവേ കീറി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ സാധാ ചട്ടിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ നമുക്കിന്ന് ഈ കറി വെക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ വെച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടും, ഇതാകുമ്പോൾ അതിനേക്കാളും എളുപ്പമാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുക്കറെടുത്ത് കുക്കറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കറെടുത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും ഉള്ളിയും പച്ചമുളകും പിന്നെ അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ കുറച്ച് തോനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഇത് നന്നായിട്ട് വെന്തിട്ട് ആ വെള്ളം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടിപ്പോൾ നമുക്ക് നല്ല വെള്ളം തോന്നും, പക്ഷേ ഈ വെള്ളം കേട്ടോ നല്ല ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം അധികം വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇത്ര വേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 വിസിൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് അടച്ചിട്ട് നമുക്ക് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ 2 വിസിലൊക്കെ വന്നിട്ട് ഞാൻ ആവിയൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി കേട്ടോ. ഇതിൽ നമ്മൾ വേറെ മസാല മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതൊരു സ്പെഷ്യൽ കറിയാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. പക്ഷേ ഇത് കഴിച്ചാലും നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ, കാരണം ചുരങ്ങ കഴിച്ചാൽ വളരെ നല്ലതാണ്, അതേപോലെ ഉപ്പുവെള്ളം വെച്ചാലും. അപ്പോൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം പച്ചവെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചുവന്നുള്ളിക്ക് പകരം വലിയുള്ളി വേണമെങ്കിലും ഇടാം, ചുവന്നുള്ളി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു മണാട്ടോ, അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുമെങ്കിലും ചോറ് നല്ലൊരു ടേസ്റ്റാട്ടോ. ഞങ്ങളുടെ പാലക്കാടുള്ളവരധികം ഇങ്ങനത്തെ കറികൾ സിമ്പിൾ കറികളാണ് വെക്കാറ്. അപ്പോൾ ഇത് ഒരു അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ വല്ല തേങ്ങാരച്ച കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് മാത്രം ഒഴിച്ചിട്ട് ചോറുണ്ണാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്ന് നല്ല കുതിർത്തിയിട്ട് ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന പരിപാടിയിലായിരുന്നു. എത്ര നനച്ചുള്ളി ചെയ്താലും നമ്മുടെ നനച്ചുള്ളി തീരില്ല കേട്ടോ, അതാണ് നനച്ചുള്ളി. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബാക്കിയുണ്ടാകും. അപ്പോൾ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാണ്ടായിരുന്നു. കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു. റൈസ് കുക്കറൊക്കെ അങ്ങനെ കഴുകി വെയിലത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം വെച്ചപ്പോഴേക്കും വേഗം ഉണങ്ങി കിട്ടിട്ടോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കുണ്ടാമണ്ടികളും ഇതിലല്ലോ കൊണ്ടുവന്ന് വെക്കുക, നമ്മൾ എന്തുണ്ടെങ്കിലും ഇതിൽ കൊണ്ടുവന്ന് വെക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊന്ന് വൃത്തിയാക്കി സെറ്റാക്കാൻ തന്നെ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. എല്ലാ കച്ചറ പിച്ചറകളും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും വിട്ടിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല, എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. വേണ്ടാത്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ, എന്നാലും എല്ലാതിലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കൽ പരിപാടി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാ നനച്ചുള്ളി പരിപാടി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും ചിലപ്പോൾ മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.